ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുട്ടികളുടെ പുതിയ ബുക്സൊക്കെ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഒഴിവാക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ട്രിക്കൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ കറിവേപ്പിലിൻ്റെ മരം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആ സമയത്ത് എടുത്താൽ മതി. പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കറിവേപ്പില കിട്ടുന്ന സമയത്ത് ഒരുപാട് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് മാസങ്ങളോ ഒരു 2-3 മാസത്തോളം ഒരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ ഫ്രഷായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഫ്രിഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 ആഴ്ച വരെ നമുക്ക് പുറത്ത് ഫ്രിഡ്ജിലില്ലാതെ തന്നെ പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനായിട്ട് ചെയ്യേണ്ടത് കറിവേപ്പില നമ്മൾ ഊരിയെടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ, കറിവേപ്പിലേൻ്റെ ഏറ്റവും തുമ്പത്തെ കറിവേപ്പിലേൻ്റെ ആ ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇതേപോലെ ഊരിയെടുക്കുക. നമ്മളിപ്പോൾ സാധാരണ നോർമലായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ, കറിവേപ്പില ഇലകളൊക്കെ ഒന്ന് ചുളിയും. അങ്ങനെ ചുളിയുന്ന ഇലകൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് കറുപ്പ് വരാൻ തുടങ്ങും. അങ്ങനെ കറുപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഇലയ്ക്ക് കറുപ്പുണ്ടായാൽ മതി, ബാക്കി എല്ലാ ഇലകളിലേക്ക് കറുപ്പ് വന്നിട്ട് കറിവേപ്പില പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകും. അപ്പോൾ ഇതേപോലെ ചെയ്യുക കേട്ടോ. നമ്മൾ ഏറ്റവും താഴത്തുള്ള ഇലേൻ്റെ ആ ഭാഗത്തുനിന്ന് താഴേക്ക് ഇതേപോലെ ഊരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഒട്ടും തന്നെ കേടാവില്ല കേട്ടോ. ഇങ്ങനെ ഊരിയ ഇല നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കറിവേപ്പില കേടുവരില്ല കേട്ടോ. അപ്പോൾ എല്ലാ കറിവേപ്പിലിൻ്റെ ഇലയും ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ കറിയിലേക്കൊക്കെ ഊരിയിടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലിൻ്റെ ഇല ഒന്ന് മടങ്ങും. അപ്പോൾ അത് ചെയ്യരുത്. കറിവേപ്പില ഊരിയെടുക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ദിവസത്തേക്ക് കറിവേപ്പില സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ കറിവേപ്പിലിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബോട്ടിൽ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. ഇനി പുറത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം വെക്കാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് കറിവേപ്പില ഒട്ടും തന്നെ കറുപ്പ് വരികയില്ല, ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാനായിട്ടും പറ്റും. ഈ ഒരു മെത്തേഡാണ് കേട്ടോ എനിക്ക് ഒരുപാട് ദിവസത്തേക്ക് കറിവേപ്പില സൂക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. മറ്റേത് മെത്തേഡിനാലും എനിക്ക് ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഇനി അടുത്ത ടിപ്സ് നോക്കാം. നമ്മൾ റവയിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരാറുണ്ട്. ഒരു പാക്കറ്റ് പൊട്ടിക്കാതെ വെച്ചാലും തന്നെ ഉറുമ്പ് ഓട്ട ഇട്ടിട്ട് അതിൽ ഉറുമ്പ് കയറിക്കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റവ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വറുത്ത് വെച്ചാലും അങ്ങനെ ഉറുമ്പ് വരാറുണ്ട്. അപ്പോൾ അത് വരാതെ നിൽക്കാനായിട്ടും കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇടുകയാണ്. ഇങ്ങനെ ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, റവയിലുണ്ടാകുന്ന വണ്ട് ഇല്ലാതാക്കാനും ഈ ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനും നല്ലതാണ്. പിന്നെ ഒരുപാട് ദിവസം നമ്മൾ റവ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പുഴുക്കൾ വരും. പുഴു പോലെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ റവയിൽ ഇതേപോലെ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടെ. ഈ പുഴുക്കളും വണ്ടുകളും ഉറുമ്പുകളൊന്നും വരില്ല. അപ്പോൾ റവ ഒരുപാട് ദിവസം സൂക്ഷിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ കറുത്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനായിട്ടുള്ള രണ്ട് ടിപ്സാട്ടോ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കറുത്ത് പോവുകയില്ല. ഉറുമ്പുകളും പ്രാണികളും ചെറിയൊരു പ്രാണി ഉണ്ടാവും ഈ പഴത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇനി ചെറുപഴമാണെങ്കിലും ഇനി ഇതേപോലെ വലിയ പഴമാണെങ്കിലും കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതേപോലെ ഈ ഭാഗത്താണ് ചെയ്യേണ്ട. പഴത്തിൻ്റെ മറ്റു ഭാഗത്തൊന്നും നമ്മളൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ അതിൻ്റെ തണ്ടിൽ മുറിച്ചെടുക്കുന്ന ആ ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പഴത്തിൻ്റെ ഈ ഭാഗം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ അലുമിനിയം ഫോയിലാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള കവറില്ലേ, നമ്മളുടെ പ്ലാസ്റ്റിക് കവർ, അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്നും അവിടെ പ്രാണികൾ വരാൻ പാടില്ല. പിന്നെ അവിടെ കാറ്റ് തട്ടുക അങ്ങനത്തെ എയറായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴം കറുത്ത് പോകും. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വേറൊരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിലേക്ക് ഞാനിത് നമ്മളുടെ പഴത്തിൻ്റെ ആ ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറിയ പഴമാണെങ്കിലും വലിയ പഴം ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഈ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് മാത്രമേ കേട്ടോ വേണ്ടു വെള്ളം. പഴത്തിലേക്ക് വെള്ളം തട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുന്ന കാരണം അവിടെ പ്രാണികളൊന്നും വന്നിരിക്കുകയില്ല. ഇനി ഉറുമ്പുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലാണ് വീഴുക. അപ്പോൾ പഴം കറുത്ത് പോവുകയില്ല, നല്ല ഇതേപോലെ കളറായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ.
പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ടിപ്പൊന്നും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതെല്ലാവരും പഴയ ആളുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നാലും ഞാൻ നിങ്ങൾ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണേ. ഈ ടിപ്സെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയുക. നമ്മൾ കുട്ടികളുടെ ബുക്സൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ ബ്രൗൺ ഷീറ്റ് കവർ ചെയ്ത് കിട്ടുന്ന റോളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ റോളിൽ ഇങ്ങനെ വൈറ്റ് കളറുണ്ട്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് നോക്കി, പക്ഷെ ഫുള്ളായിട്ട് പോകുന്നില്ല. അപ്പോൾ അതൊരു റോള് അതിൻ്റെ ആ സ്റ്റിക്കർ അഴിക്കാതിരിക്കായിരുന്നു നല്ലതെന്ന് തോന്നി പിന്നെ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വരെ ഇഷ്ടമാവുന്ന തരത്തിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ റോളിൽ ഞാൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം അതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മുറിച്ച് കളയില്ല, നമ്മൾ ചെറിയൊരു ഭാഗത്ത് മാത്രമേ മുറിവുണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഏറ്റവും താഴത്തത് ഞാനൊരു ചെരിവ് കൊടുത്തിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും അങ്ങനെ ഇല്ല, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ഫുള്ളായിട്ട് മുറിച്ച് കളയരുത്, അതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. താഴ്ഭാഗത്തേക്ക് ഏറ്റവും ലാസ്റ്റ് വരേക്ക് നമ്മൾ കട്ടിങ് പോകുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാനിതിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഇത്രയും മാത്രമേ കട്ട് ചെയ്തുള്ളൂ. സൈഡിലൊന്നും ഒരുപാട് ഡീപ്പായിട്ട് പോയിട്ടില്ല, പകുതി വരെ മാത്രമേ അതിൻ്റെ കട്ടിങ് പോയിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ സ്ക്വയറിലാണ് കേട്ടോ അവിടെ എടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് സ്ലോപ്പാക്കിയിട്ടാണ് താഴത്തെ ഞാൻ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരെ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ 2 കൂടി കട്ട് ചെയ്യാനുള്ള സ്പേസ് നമുക്കിതിലുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു റോളിൽ നമുക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കളറിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഭംഗിയുണ്ടാവും. എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടാത്ത കാരണമാണ് കളർ ചെയ്തിട്ടൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. അത് കണ്ടോ, ഞാനിങ്ങനെ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ആണിയിൽ നമുക്കിത് ഹാങ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കട്ട് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് മേലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഏറ്റവും താഴത്ത് 2 ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇതേപോലെ ഒരു കമ്പി എടുത്തിട്ട് നമുക്ക് 2 ഹുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ കീ ചെയിന് അതേപോലെ നമ്മുടെ കീ എല്ലാം നമുക്കൊന്ന് ഹാങ് ചെയ്ത് വെക്കാനും ഉള്ളൊരു സ്പേസിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. സ്റ്റിക്കറോ അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ കമ്പി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കീയെല്ലാം ഹാങ്ങിങ് ചെയ്യാനായിട്ട് 2 ഹുക്ക് വെച്ചിട്ടുണ്ട്, കൂടാതെ 4 വേറെയും സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടികളുടെ ബുക്സ് എല്ലാം പൊതിയാൻ വാങ്ങുന്ന ബ്രൗൺ ഷീറ്റിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ റോളറാട്ടോ. പിന്നെ അത് ചുമരിൽ ഹാങ് ചെയ്യാൻ ചെറിയൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആണിയിലൊക്കെ നമുക്ക് അത് ഹാങ്ങിങ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡബിൾ ടാപ്പാണെന്ന് വെച്ചാൽ അതും ഓക്കെ, അത് വെച്ചിട്ട് നമുക്കിത് ചുമരിൽ ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു നമ്മൾ ഒഴിവാക്കുന്നൊരു ചെറിയൊരു സംഭവമാണ്, പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഈ രീതിയിലും ഉപയോഗപ്പെടുത്താം. കുട്ടികളുടെ സ്റ്റഡി റൂമിലെല്ലാം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഏറെ ഹെൽപ്ഫുള്ളായിരിക്കും അവർക്ക്. അപ്പോൾ ഞാൻ അവരുടെ കുറച്ച് തിങ്സൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.